വെൽക്കം ടു ഗോൾഡൻ സൺറൈസ്. ഈ തവളയെ ഇപ്പം തന്നെ അങ്ങ് തിന്നു കളയാം. തവള എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം അറപ്പാവും നമുക്ക്. അപ്പോൾ അതിനെ തിന്നാൻ കൂടി പറഞ്ഞാലോ? ചിലർക്കെങ്കിലും ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഈ തവളയെ തിന്നൽ നമുക്ക് വളരെ പ്രയോജനമാകും. എങ്ങനെയെന്നല്ലേ നോക്കാം. ജീവിത വിജയത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒന്ന് എന്താണ്? മടി. അതെ, ഈ മടിയാണ് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പല പല പ്ലാനുകൾ ഉണ്ടാവും. എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ജീവിതം കൂടുതൽ ഇമ്പ്രൂവ് ആവുക എന്നത് നമുക്ക് അറിയുന്നുണ്ടാവും. എങ്കിലും ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നുള്ള ഈ നീട്ടിവെക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഈ ശത്രുവിനെ ഇല്ലാതാക്കാനാണ് ബ്രെയിൻ ട്രേസി നമ്മളോട് തവളയെ തിന്നാൻ പറയുന്നത്. അതെ, ഈറ്റ് ദാറ്റ് ഫ്രോഗ്. നമുക്കറിയാം, ഒരു ദിവസം തുടങ്ങിയാൽ ആ ദിവസത്തിൽ എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടല്ല എങ്കിൽ പോലും ഏകദേശം അറിയുന്നുണ്ടാവും. പക്ഷേ അതിലേറ്റവും ബുദ്ധിമുട്ടായ, ഏറ്റവും ക്ഷമയോടുകൂടി ചെയ്യേണ്ട ജോലി നമ്മൾ എന്ത് ചെയ്യും? അത് പിന്നെ ചെയ്യാമെന്ന് മാറ്റിവെക്കും, അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? ചിലപ്പോൾ ചെറിയൊരു ഭയം, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ, ചെയ്തു തുടങ്ങിയാൽ അത് നന്നായി ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, ഇങ്ങനെ പലതരം ചിന്തകളാണ് ഈ നീട്ടിവെക്കലിനൊക്കെ കാരണം. ഇവിടെയാണ് ബ്രെയിൻ ട്രേസി തവളയെ തിന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈറ്റ് ദാറ്റ് ഫ്രോഗ്. എന്താണിത്? ഇത് ആശയപരമായ ഒരു ഉപമയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ ഒരു ജീവനുള്ള തവളയെ തിന്നുക. പിന്നെ അതിനേക്കാൾ മോശം ഒന്നും ആ ദിവസത്തിൽ സംഭവിക്കാനില്ല. അതായത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടായ പ്രധാനപ്പെട്ട ജോലിയാണ് ഫ്രോഗ്, തവള. അത് വൈകിക്കാതെ ആദ്യമേ തന്നെ ചെയ്യുക. ഈ ഫ്രോഗ് ആദ്യം ഏറ്റെടുത്താൽ, അത് ചെയ്തു തീർത്താൽ പിന്നീടുള്ളവ നമുക്ക് വളരെ എളുപ്പമാവും. മാത്രമല്ല ടെൻഷൻ ഇല്ലാതെയാവും. അതുകൊണ്ട് മറ്റുള്ള കൊച്ചു കൊച്ചു ജോലികൾ ആസ്വദിച്ച് ചെയ്യാനും സാധിക്കും. എന്നാൽ പ്രധാനപ്പെട്ട ആ ജോലി ചെയ്യാതെ മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാലോ, അയ്യോ അത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഈ ജോലി ചെയ്യുമ്പോൾ പോലും ആ മറ്റേ ജോലിയെക്കുറിച്ചുള്ള ചിന്തയാവും. ഒരു സമാധാനവും നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം ആ തവളയെ തന്നെ തിന്നു തീർക്കാൻ പറയുന്നത്. ഇനി ഈ തവളയെ തിന്നാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഗോൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയുന്നുണ്ടാവണം. നമ്മളെവിടെ എത്തണമെന്ന് കൃത്യമായി അറിയാൻ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം, അല്ലേ? അതിനായി ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമുക്കിന്ന് ചെയ്യാനുള്ളവ എന്താണെന്ന് എഴുതുക തന്നെ വേണം കേട്ടോ. മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്താൽ പോരാ. തീർച്ചയായിട്ടും ഒരു ലിസ്റ്റായി എഴുതി തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് ഓരോ ജോലികൾക്കും ഒരു സമയപരിധി കൂടെ നിശ്ചയിക്കണം. ഒരു ഏകദേശം ഈ ജോലികൾക്ക് എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് അറിയാലോ. അതനുസരിച്ച് ഒരു സമയപരിധി നിശ്ചയിക്കുക. എന്നിട്ട് ഈ ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിലവൻ്റ് ആയിട്ടുള്ള ജോലി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അതാണ് നമ്മുടെ തവള. അത് നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങുക. ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും. ആ എനർജിയോട് കൂടി തന്നെ നമ്മൾ ആദ്യം ആ ജോലി ചെയ്ത് തുടങ്ങാം. വേറൊരു കാര്യം പറയാം. ശരിക്കും ഒരു ദിവസം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നറിയോ? തലേ ദിവസം വൈകിട്ട് തന്നെ ഒരു ദിവസം ആരംഭിക്കും. അതായത് ഒരു ദിവസം തലേ ദിവസം വൈകിട്ട് തന്നെ ആരംഭിക്കണം. നമ്മൾ അഡ്വാൻസായി എല്ലാം പ്ലാൻ ചെയ്യുക. ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും എന്നാണത്രേ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണോ അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം. സോ നാളെ ഇന്ന സാധനങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പ്ലാൻ ചെയ്ത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് ചിന്തിച്ചു വെച്ചാൽ നാളെ നമുക്ക് കുറച്ച് സ്ട്രെസ് കുറയ്ക്കാം. ഇത് പഠിക്കുന്നവർക്കും ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പ്രധാനമായും ട്രേസി പറയുന്നത് 80-20 റൂൾ അപ്ലൈ ചെയ്യാനാണ്. എന്താണ് 80-20 റൂൾ? അതായത് നമുക്കൊരു 10 ജോലി ചെയ്യാനുണ്ടെങ്കിൽ അതിൽ 2 ജോലി ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ആ 10 ജോലിയുടെ ഏകദേശം ഫലം നമുക്ക് കിട്ടിയിരിക്കും. അതായത് നമ്മുടെ ജോലി ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട 2 ജോലികൾ കണ്ടുപിടിച്ച് ചെയ്ത് തീർക്കുക. പിന്നെ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുക. റിലവൻ്റ് ആയിട്ട് കൂടുതൽ റിസൾട്ട് തരുന്ന ജോലികൾ തിരഞ്ഞെടുത്ത് അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ ട്രേസി പറയുന്നത്
ക്രിയേറ്റീവായി നീട്ടിവെക്കൽ നടത്താൻ പഠിക്കുക എന്നതാണ്. നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വേണ്ടതാണെങ്കിലും കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. അതനുസരിച്ച് ചില കാര്യങ്ങൾ നീണ്ടുപോയേക്കാം, എന്നാൽ അത് പ്രധാനപ്പെട്ടതായിരിക്കരുത്. അപ്പോൾ ഈ നീട്ടിവെക്കലിനെയും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്തു തീർക്കണം, ചെയ്തു വെക്കണം എന്നാണ് ട്രേസി പറയുന്നത്. ഇവയേക്കാളൊക്കെ പ്രധാനമായ ഒന്ന്, പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നതുകൂടിയാണ്. ആർക്കും കുറേ നേരം ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ ആവാം, പക്ഷേ ഈ ബ്രേക്ക് നമ്മുടെ കൺട്രോളിലാവണം. സ്വാഭാവികമായും നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ മൊബൈലിലേക്കാവും നോക്കുക അല്ലേ. ഒരു 2 റീല് കാണാനിരുന്നാൽ പിന്നെ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഈ തവളയെ നമ്മൾ തിന്നുന്ന സമയത്ത് സോഷ്യൽ മീഡിയയുമായി കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. സമയം പോകുന്നത് മാത്രമല്ല, മെൻ്റലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മൈൻഡ് ഡൈവേർട്ടായി പോകാനും ഇത് കാരണമാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തവളയെ തിന്നേണ്ടത്. അപ്പോൾ ഒരു സംശയം തോന്നാം, 2 തവളയെ തിന്നാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിനും ട്രേസിയുടെ കയ്യിൽ ഉത്തരമുണ്ട്. ഏറ്റവും വൃത്തികെട്ട തവളയെ തന്നെ ആദ്യം തിന്നുക. അപ്പോൾ എല്ലാവരും തവളയെ തിന്നാൻ തുടങ്ങല്ലേ? പിന്നീട് ചെയ്യാൻ എന്ന് കരുതി നീട്ടിവെക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഗോൾഡൻ സൺറൈസ് വിൽ ബ്രിങ് മാജിക്. താങ്ക് യു.